കാസർഗോഡ് IIPD സെന്റർ ആദ്യഘട്ടം ജൂണിൽ സമർപ്പിക്കും. തിരുവനന്തപുരം ഡിഫറന്റ് ആർട്സ് സെന്ററിന്റെ മാതൃകയെ ആസ്പദമാക്കി വിപുലീകരിച്ച സംവിധാനങ്ങളാണ് കാഞ്ഞങ്ങാട് മടിക്കയിൽ 22 ഏക്കർ സ്ഥലത്ത് ഒരുങ്ങുന്നത്. തിരുവനന്തപുരം ഡിഫറന്റ് ആർട്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരുടെ സമഗ്ര വികസനത്തിനായി കാസർഗോഡ് ആരംഭിക്കുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് സംരംഭത്തിന്റെ ആദ്യഘട്ടം ജൂണിൽ പൂർത്തിയാകും. ഏർലി ഇന്റർവെൻഷൻ സെന്റർ, തെറാപ്പി യൂണിറ്റുകൾ, കലാപരിശീലന സമുച്ചയം, ഓഫീസ് സംവിധാനങ്ങൾ എന്നിവയാണ് ആദ്യഘട്ടത്തിൽ പ്രവർത്തന സജ്ജമാകുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 23-നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി പ്രകാശനം നടത്തിയത്. തുടർന്ന് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ മേൽനോട്ടത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ഭിന്നശേഷി സൗഹൃദമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തുക. കാസർഗോഡിന്റെ പ്രൗഢി വിളിച്ചോതുന്ന ബേക്കൽ കോട്ടയുടെ മാതൃകയിലാണ് കലാപരിശീലന സമുച്ചയം നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ IIPD സന്ദർശകർക്ക് ഏറെ കൗതുകവും വിസ്മയകരവുമായ നിമിഷങ്ങൾ ഇവിടെ ആസ്വദിക്കുവാനും കഴിയും. തിരുവനന്തപുരം ഡിഫറന്റ് ആർട്സ് സെന്ററിന്റെ മാതൃകയെ ആസ്പദമാക്കി വിപുലീകരിച്ച സംവിധാനങ്ങളാണ് കാഞ്ഞങ്ങാട് മടിക്കയിൽ 22 ഏക്കർ സ്ഥലത്ത് ഒരുങ്ങുന്നത്. അന്തർദേശീയ നിലവാരത്തിലുള്ള കലാകായിക പരിശീലന സംവിധാനങ്ങൾ, അത്യാധുനിക തെറാപ്പി സൗകര്യങ്ങൾ, പേഴ്സണലൈസ്ഡ് അസിസ്റ്റീവ് ഡിവൈസ് യൂണിറ്റുകൾ, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ, മെഡിക്കൽ സൗകര്യങ്ങൾ, ട്രെയിനിംഗ് സെന്ററുകൾ എന്നിവയാണ് പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാവുക. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്രയധികം വിഭാഗങ്ങൾ ഒരുമിച്ച് ചേരുന്ന സംരംഭം നടപ്പിലാക്കുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതരടക്കം സംസ്ഥാനത്തെയും ലോകത്തെവിടെയുമുള്ള ഭിന്നശേഷിക്കാർക്ക് ആശ്രയമാകുന്ന തരത്തിലാണ് സെന്റർ നിർമ്മിക്കുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭിന്നശേഷിക്കാർക്കുള്ള സ്ഥാപനമായി IIPD മാറും. 120 കോടി രൂപയുടെ പദ്ധതിയാണ് ആസൂത്രണം ചെയ്യുന്നത്. 2029 പദ്ധതി പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകും. തിരുവനന്തപുരത്തെ ഡിഫറന്റ് ആർട്സ് സെന്റർ മോഡലിന്റെ പ്രാധാന്യം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് ഈ രംഗത്തെ പ്രമുഖരും വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു. ഇത്തരം സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിപുലമായ ക്രമീകരണങ്ങളോടെ കാസർഗോഡ് ജില്ലയിൽ പദ്ധതി ആരംഭിക്കുന്നതെന്ന് പദ്ധതി വിശദീകരണ യോഗത്തിൽ IIPDയുടെ മുഖ്യ സൂത്രധാരനും ഡിഫറന്റ് ആർട്സ് സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഗോപിനാഥ് മുതുകാട് പറഞ്ഞു. പാർശ്വവൽക്കരിക്കപ്പെട്ട ഭിന്നശേഷി സമൂഹത്തെ മുഖ്യധാരയിലേക്ക് ഉയർത്തുന്നതിനും അവർക്കും സമൂഹത്തിൽ തുല്യമായ ഒരിടം ഉറപ്പുവരുത്തുന്നതിനുമായാണ് പദ്ധതി ഒരുക്കുന്നത്. ഇത്തരമൊരു വലിയ പദ്ധതിക്ക് സമൂഹത്തിന്റെ നാനാതുറയിൽ നിന്നും പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. പറയാനുള്ളത്, ഇത് നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ഇതൊരു ഗ്ലോബൽ മോഡൽ ആയിട്ട് കെട്ടിപ്പടുക്കാൻ പോകുന്നൊരു സൗധമാണ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്ന IIPD എന്ന് പറയുന്നത്. ഇത് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു സംഭവമല്ല. നേരെമറിച്ച് എൻഡോസൾഫാൻ ദുരിതബാധിതരടക്കമുള്ള ഭിന്നശേഷിക്കാർക്ക് ഒരു ഏറ്റവും വലിയ രീതിയിലേക്ക് അവരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംരംഭമാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള മാതൃകകൾ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യ ഘട്ടം കഴിഞ്ഞ സെപ്റ്റംബർ 8-ാം തീയതിയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ആരംഭിക്കുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 23-നാണ് മുഖ്യമന്ത്രി ഇത് പ്രഖ്യാപിച്ചത്. ഇന്ന് ഫെബ്രുവരി 23-ആണ്. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ എങ്ങനെയാണിത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നൊരു മീഡിയ വിസിറ്റ് നടത്തിയിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ പല ഭാഗങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ഏരിയ ആയിട്ടൊരു ബേക്കൽ ഫോർട്ട്, ഈ ഒരു പ്രദേശത്തിൻ്റെ തന്നെ ആ സൗന്ദര്യം വിളിച്ചോതുന്ന രീതിയിൽ ബേക്കൽ ഫോർട്ട്, അതിൻ്റെ മുകളിലായിരിക്കും പെർഫോമൻസ് നടക്കുന്നത്. നേരെ മറിച്ച് 2 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഏർലി ഡിറ്റക്ഷൻ, ഏർലി ഇൻ്റർവെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ ആദ്യത്തെ 3 ബിൽഡിങ്ങിനകത്ത് നടക്കും. അതിനങ്ങോട്ട് റീഹാബിലിറ്റേഷൻ്റെ ഏരിയയാണ്. രണ്ടാമത്തെ ഫേസായിട്ടാണ് സ്പോർട്സ് സെൻറ്ററും മറ്റുള്ള കാര്യങ്ങളും വരുന്നത്. അങ്ങനെ 3 ഫേസുകളിലായിട്ട് വർക്ക് തീർക്കും. അപ്പോൾ നമ്മൾ ജൂൺ 1 കൂടിയിട്ട് നമുക്ക് മെയ് 31 കൂടി ഇതിന് വർക്ക് തീർത്തതിന് ശേഷം ആദ്യത്തെ ഫേസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളെ എടുത്തു തുടങ്ങാൻ സാധിക്കും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏത് രീതിയിൽ അത്രമാത്രം സയൻറ്റിഫിക് ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത്. 121 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ് മൊത്തമായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ പല രാജ്യങ്ങളിൽ പെർഫോം ചെയ്ത് അതിലൂടെയും CSR ഫണ്ടുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരുപാട് ആളുകളുടെ സഹായത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ള സാഹചര്യം ഈ സാമ്പത്തികം സ്വരൂപിക്കുന്നതിന് അനുകൂലമാണ്. നല്ല ബുദ്ധിമുട്ടുണ്ട്. അലഞ്ഞു നടക്കുകയാണ് അതിന് വേണ്ടിയിട്ട്. അത് പല രാജ്യങ്ങളിൽ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ആയുധം എന്ന് പറയുന്നത് മാജിക് മാത്രമാണല്ലോ. അതുകൊണ്ട് ഞാൻ മാജിക്കും മ്യൂസിക്കും മോട്ടിവേഷൻ ചേർത്ത് ഇതിനു വേണ്ടി മാത്രം ഒരു ഷോ സെറ്റ് ചെയ്തതാണ്. അതിനകത്ത് 1 രൂപ പോലും ഞാൻ പ്രതിഫലം മേടിക്കുന്നില്ല. നേരെമറിച്ച് എന്താണോ അതിനകത്ത് കിട്ടുന്നത് അത് മുഴുവൻ ഇതിനകത്തേക്ക് മാത്രം മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണ്. യോഗത്തിൽ IIPD ഡയറക്ടർ മിനു, DAC ഇന്റർവെൻഷൻ ഡയറക്ടർ ഡോക്ടർ അനിൽകുമാർ നായർ, CFO അശ്വതി നിശാന്ത്, പോൾ കറുകപ്പള്ളിൽ, പ്രശാന്തൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.